എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിതശ്രീ എന്നാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ LD ടൈപ്പിസ്റ്റായിട്ട് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വയനാട് ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കയറിയിട്ട് 6 മാസത്തോളമായി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെ ചേഞ്ച് ആയി, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കുറച്ചധികം മാറ്റങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ പലരും PSC പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം നാൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും കുറേ പേര് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ വേറെ തസ്തികകളിലേക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ലൈഫ് ചേഞ്ച് ആകും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ജോലി കിട്ടുന്നതിന് മുന്നേ ആണെങ്കിൽ, അതായത് പഠിക്കുന്ന സമയത്താണെങ്കിൽ ശരിക്ക് ഉറങ്ങാൻ പോലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ക്ഷീണം തീർക്കാൻ പറ്റുന്ന അത്രത്തോളം ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് ടെൻഷനില്ല, പഠിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല, പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പം കയറിയതേ ഉള്ളൂ. കുറച്ചധികം നമുക്ക് ബാധ്യതകളുണ്ട്. ബാധ്യതകൾ മീൻസ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അധികം പൈസയൊന്നും നീക്കി വെക്കാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കാൻ പറ്റുന്നുണ്ട്. അതുതന്നെ വലിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് വില നോക്കാതെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരൻസിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാനും, പിന്നെ അതുപോലെ തന്നെ സിനിമയ്ക്ക് പോകാനും ഒന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു ഫ്രീഡമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ എണീച്ചിട്ട് പോകാനൊരു ഓഫീസുണ്ട്, അവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അതുതന്നെ ഒരു വലിയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജോലി കയറിയെങ്കിലും നമ്മളെ ലൈഫിൽ കുറച്ച് എന്തായാലും പ്രശ്നങ്ങളില്ലാതിരിക്കില്ലല്ലോ. മീൻസ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്ക് മൂഡൊന്ന് ഡൗൺ ആയി പോയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്നവർ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുതന്നെ വലിയൊരു ആശ്വാസമാണ്. മറ്റേത് നമ്മൾ വീട്ടിലിരിക്കുമ്പം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ അമ്മേനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവർ നല്ലൊരു സജഷൻ പറഞ്ഞു തരും. അതൊരു വലിയ കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു പൊതുവെ സമൂഹത്തിലൊരു സ്റ്റാറ്റസ് വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലി കയറി, അതുകൊണ്ട് തന്നെ പലരും, ഇതുവരെ മിണ്ടാത്ത പലരും നമ്മുടെ സഹായം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാനോ, അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ കാര്യത്തിനാണെങ്കിൽ, വേക്കൻസിക്കാണെങ്കിൽ പോലും നമ്മളെ സമീപിക്കും. ഇതുവരെയും മിണ്ടാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും അവിടെ വർത്തമാനം പറയാൻ ആൾക്കാരുണ്ടാവും. മറ്റേത് അങ്ങനെയല്ല, നമുക്കൊരു ജോലിയില്ല, ഒന്നുമില്ലാത്തപ്പം ആരും മിണ്ടാൻ വരികയോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഡിസ്കഷനോ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ എവിടെ പോയാലും ഒറ്റയ്ക്കാവുന്നില്ല, ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ കൂടെ വരാൻ ആൾക്കാരുണ്ട്. അതൊരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സമാധാനമാണ്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണ്ട, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പലതരം ഫ്രീഡമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത് എന്ന് വെച്ചാൽ നമുക്ക് ജോലി അതായത് ഇപ്പോൾ ഈ മാസത്തെ ശമ്പളം കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ മാത്രം മാറ്റി വെക്കാം.
ബാക്കിയുള്ള ഇപ്പോൾ അടുത്ത മാസത്തേക്ക്, അതായത് ഓരോ മാസം വരുന്ന പൈസ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലും ആവശ്യങ്ങൾക്ക് മാത്രം നമുക്ക് അടുത്ത മാസവും വരുന്ന ശമ്പളത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. ഓരോ മാസവും പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മറ്റേത് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അതായത് നമുക്ക് കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതൊരു ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരുടെ മുഖത്തുള്ള സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ് വരുന്നത്. ഓക്കെ, ചെറിയൊരു കാര്യം, ഒരു ഉടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു സമയം കിട്ടുന്നില്ല, പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.